എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഇതുമായിട്ട് എത്തിയിരിക്കുന്നത് തിരുവോണത്തിന് സ്പെഷ്യൽ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലൗസ് ചെയ്യണം. അത് ചെയ്യുമ്പോഴും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒരു ചെറിയ അളവിൽ, കാരണം 30 ഇഞ്ച് ചെസ്റ്റും 31 ഇഞ്ച് ബ്രസ്റ്റും 24 ഇഞ്ച് വേസ്റ്റുമുള്ള ചെറിയ ഒരു സാരി ബ്ലൗസാണ്. അത് നമ്മൾ ഒറ്റ ടക്കിൽ വെട്ടുന്നതാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ക്രോസ് കട്ടിങ് ഒറ്റ ടക്കിൽ വെട്ടുന്നത് നമുക്ക് റെഡിയാക്കാം, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ടിങ് ഒറ്റ കട്ടിങ് വെട്ടുന്നതാണേലും എല്ലാവർക്കും എളുപ്പം വരുന്ന രീതിയിൽ ചെയ്യാം. സ്ട്രെയിറ്റ് കട്ടിങ് തന്നെയാക്കാം. പലരും നമ്മുടെ ആവശ്യപ്പെട്ടെങ്കിൽ സ്ട്രെയിറ്റ് കട്ടിങ് തന്നെയാണ്. സ്ട്രെയിറ്റ് കട്ടിങ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഒറ്റ ടക്ക്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രോഗ്രാമിന് വേണ്ടി ഇടാനുള്ള ബ്ലൗസുകളാണ്. അപ്പോൾ പെട്ടെന്ന് തയ്ച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ശരിയാക്കാം. ബാക്ക് സൈഡിൽ ബോർഡർ വെക്കുന്നവരും കൈക്ക് ബോർഡർ ഉള്ളവരൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഡബിൾ സ്ലീവിൻ്റെയും ബോട്ട് നെക്കും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതലും ബോട്ട് നെക്കാണ്. സാരിയൊക്കെ ഉടുക്കും ബോട്ട് നെക്ക് ഇപ്പോൾ ഒരു പുതിയ മോഡലും. പിന്നെ ഡബിൾ സ്ലീവ്, മെഗാ സ്ലീവ് എന്നൊക്കെ പറയുന്ന പോലെ ഡബിൾ സ്ലീവിൻ്റെ സാരി ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് കട്ടിങ് തന്നെ കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവർക്കും എളുപ്പമാകുമല്ലോ. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തു. 12 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത്. 12 നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം 5 ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി കേട്ടോ. 5 ഇഞ്ച് ഷോൾഡർ കൊടുത്തു, 5 ഇഞ്ച് കൈക്കുഴി കൊടുത്തു. അപ്പോൾ ഒട്ടും ഒരു പക്ഷേ വലിയാത്ത തുണിയാണ്. നെക്കിൻ്റെ നമുക്കിപ്പോൾ മാർക്ക് ചെയ്യാം. ഇനി ചെയ്യുന്നത് 30ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 34, അതിൻ്റെ 4 8 മാർക്ക് ചെയ്യും. 24ൻ്റെ 6 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ കട്ടിങ്. കാരണം ചെറിയ ഒരു അളവാകുമ്പോൾ ഏറ്റവും വലിയ അളവും ഏറ്റവും ചെറിയ അളവും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എങ്കിൽ സാരി ബ്ലൗസിൽ ചെറിയ അളവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ തന്നെ നമ്മൾ വരച്ചു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കൈക്കുഴി എത്രത്തോളം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരളവിൽ തന്നെ ചെയ്താൽ മതി. 7.5 ഇഞ്ചിൽ ഒട്ടും 7 ഇഞ്ച് വന്നിട്ടുണ്ട്. അത് ബോഡി വണ്ണത്തിൻ്റെ 4-ൽ 1-ൽ 1 ഇഞ്ച് കുറച്ചാണ്. അപ്പോൾ 6 ഇഞ്ചോളം 13 ഇഞ്ച് കൈക്കുഴി നമുക്ക് മതി. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇനി ഷോൾഡറിൻ്റെ ഒരു കണക്കിലേക്ക് പോവുകയാണ്. തയ്യൽ തുമ്പ് കറക്റ്റ് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇത്രയും തയ്യൽ തുമ്പ് എന്താണെന്ന് നമുക്ക് പോകും. ഈ തയ്യൽ തുമ്പ് തള്ളിയിട്ട് നെക്കിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. നമുക്ക് 1.5 ഇഞ്ച് നെക്ക് കിട്ടിയാൽ മതി. ഒരു കാരണവശാലും നെക്ക് വൈഡാകത്തില്ല. 1.5 ഇഞ്ച് നെക്ക് മതി. 3.5 ഇഞ്ച് നമ്മൾ ബോട്ട് നെക്ക് കൊടുക്കുന്നു. ഈ ഒരു ബോട്ട് നെക്കാണ് നമുക്ക് അത്യാവശ്യം. ഞാൻ ബോട്ട് നെക്ക്. പിന്നെ ഇത് പറയുന്നത് ഇതിന് നമുക്ക് ഷോൾഡറിന് ചെരിവ് വേണ്ട, ഒട്ടും ക്രോസ് വേണ്ട. നേരെ തന്നെ നമുക്ക് ഇത് വെട്ടിപ്പോ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഷോൾഡർ ഒരു 1.25 ഇഞ്ച് തീർന്ന് കിട്ടിയാൽ മതി. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഒരു 1.25 ഇഞ്ച് ഷോൾഡർ നമുക്ക് തീർന്ന് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ബോട്ടിനൊക്കെ തന്നെ കൊടുക്കാം. 3 ഇഞ്ച് 3.5 ഇഞ്ച് വരെ ബാക്കിനൊക്കെ ഇറങ്ങിയാലും കുഴപ്പമില്ല. ഷോൾഡർ ചെരിവ് വേണ്ട. അപ്പോൾ നമുക്ക് ബോട്ടിനൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ബോട്ടിനൊക്കെ വെട്ടുമ്പോൾ എപ്പോഴും ഇവിടുന്ന് തന്നെ നമ്മൾ വെട്ടി ഇങ്ങനെ തന്നെ പോകണം. ഷോൾഡർ നേരെ തന്നെ വെട്ടി. ഒരു കാരണവശാലും ഷോൾഡർ വലിഞ്ഞു പോകത്തേയില്ല. നമുക്ക് ഒരു ഓണം സ്പെഷ്യൽ ചെറിയ ബ്ലൗസാണ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി. ബോട്ട് നെക്കിൻ്റെ ഒക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതേപടി തന്നെ നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. സ്ട്രെയിറ്റിൻ്റെ കട്ടിങ് ആകുമ്പം എല്ലാവർക്കും ഒരു പ്രയോജനം വരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ തന്നെ ഡബിൾ സ്ലീവ് നമ്മൾ കൈ വെട്ടുന്നത് കൊണ്ട് നമുക്ക്
കൈ നല്ല ക്രോസിൽ വേണമെങ്കിലും കൈ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഓക്കെയായി. ഇനി നമുക്ക് 2 പീസ് കട്ട് ചെയ്യാം. കാലിഞ്ച് എപ്പോഴും കൊടുക്കുന്ന പോലെ ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കണം. നേരെ മുകളിൽ വരെ തന്നെ വെച്ചിട്ട് 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കണം. സാധാ ബ്ലൗസിന് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 1.5 ഇഞ്ചും കൊടുക്കാം. ഒറ്റ ഡാട്ട് മതി കേട്ടോ. സ്ട്രെയിറ്റ് കട്ടിങ്ങിൽ ഒറ്റ ഡാട്ടിൻ്റെ ബ്ലൗസാണ്. 2.5 ഇഞ്ച് ഇവിടെ കൊടുത്താൽ മതി. കാരണം നമ്മൾ 2.5 ഇഞ്ചേ ഉള്ളൂ മെയിൻ ഡാട്ടിന് വിത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തു. 3.25 മതി ബെൽറ്റ്. 3.25 തന്നെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചിട്ട് അപ്പം 3 ഇഞ്ച് പടി നമുക്ക് തീർന്നു കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് ബോട്ടിനൊക്കെ നമ്മൾ ഇപ്പോൾ വെട്ടുന്നില്ല. ബോട്ടിനൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം തന്നെ വെട്ടും. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കും. ആദ്യം ഈ മാർക്ക് ചെയ്തപോലെ തന്നെ വെട്ടിയെടുക്കണം. നെക്ക് നമുക്ക് ഇപ്പോൾ വെട്ടണ്ട. ഇങ്ങനെ വെട്ടി ഇതുപോലെ തന്നെ വെട്ടി ഓക്കെ. 4 ഇഞ്ച് തള്ളിയിട്ടുള്ള ഈ തേര് പീസ് കറക്റ്റ് ആ 4 ഇഞ്ച് ലൈനിൽ കൂടെ വെട്ടിക്കളയും. ഇത്രയും കറക്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് ബോട്ട് നെക്കിന് നമ്മൾ നെക്കിൻ്റെ വൈഡ് മാത്രം മാർക്ക് ചെയ്തിട്ട് ബോട്ട് നെക്ക് ഇപ്പോൾ വെട്ടരുത്, മാറ്റി. ഓക്കെ. ബോട്ട് നമ്മൾ ഫ്രണ്ട് കൊടുക്കുന്നത് ഇത്രയാണ്, 4 ഇഞ്ചാണ്. എന്നിട്ട് കറക്റ്റ് ചെയ്ത ഇങ്ങനെ ബോട്ട് ഒരു വെള്ളം പോലെ തന്നെ മാർക്ക് വരച്ചത്. ബാക്ക് പീസ് ഇട്ട് വെട്ടിയാൽ നമുക്കത് കറക്റ്റ് ആകത്തില്ല. ഇതാണ് ബോട്ട് നെക്ക് വെട്ടി. ഇനി നമ്മൾ 1/2 ഇഞ്ച് ഇവിടുന്ന് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ അവിടുന്ന് 4 ഇഞ്ച് വ്യത്യാസം വരുത്തി വേണം ഇത് ചെയ്യാൻ. അത് നമ്മൾ സാധാരണ സാരി ബ്ലൗസിന് കൊടുക്കുന്നത് പോലെ കൊടുക്കണ്ട. ഒരു 4 ഇഞ്ച് വ്യത്യാസം മതി. കൊടുക്കുന്നു. ഇത്രയും മാർക്ക് ചെയ്തിട്ട് 8.25 മെയിൻ ഒരു ഡാട്ട്. ഒറ്റ ഡാട്ട് മതി. ഒറ്റ ഡാട്ടിൽ തന്നെ ക്രോസ് അല്ലെങ്കിൽ പോലും ഈ ചെറിയ ബ്ലൗസ് നമുക്ക് നിർത്താം. 3/4 ഇഞ്ച് ഇവിടെ നമ്മൾ കൊടുത്തു. ഈ ഇതിന് ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് 1/2 ഇഞ്ചാണെങ്കിലും മതി. എന്നിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കുത്തിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിൽ ബെൽറ്റ് പീസ് ആദ്യമേ കട്ട് ചെയ്യുന്നു. 2 പീസ് അങ്ങനെ മാറ്റി ആദ്യം നമ്മൾ ബെൽറ്റ് റെഡിയാക്കുന്നു. സാധാ ബ്ലൗസിന് കൊടുക്കുന്ന പോലെ തന്നെ തയ്യൽ തുമ്പ് കൊടുത്തു. 24ൻ്റെ 4 മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതാണ്. കാരണം പിന്നീട് പ്രോഗ്രാമിന് അവർക്ക് എന്തെങ്കിലും ഡാൻസോ തിരുവാതിരയോ ഒക്കെ കളിക്കുമ്പോൾ ഇടുക. പക്ഷേ ആ പ്രോഗ്രാം ഒന്നും കൂടെ ഒക്കെ കളിക്കേണ്ടി വന്നാലും ഈ ബ്ലൗസ് അവർക്ക് ഉപയോഗിക്കാമല്ലോ. പ്രോഗ്രാം ആണെന്ന് കരുതി ഒരു പ്രാവശ്യത്തിന് മാത്രമായിട്ട് നമ്മൾ ഈ ബ്ലൗസ് നോക്കണ്ട. അവർക്ക് പിന്നീടും ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ ഇത് തന്നെ ബെൽറ്റിനൊരു 4 ഇഞ്ച് ഷേപ്പ് കൂടെ കൊടുത്തോളുക. ബെൽറ്റ് നമുക്ക് ഓക്കെ ആയി. ഇനി നമ്മൾ ഫ്രണ്ട് പീസ്, ഫ്രണ്ടിന് 2.5 ഇഞ്ച് ഡാട്ട് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 1.25. ഇവിടെയും 1.25. ഇത് തമ്മിൽ ഇങ്ങനെ വരച്ചു. വരച്ചിട്ട് 3/4 ഇഞ്ച് ഇവിടുന്ന് 3/4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ 2 സൈഡിൽ എടുത്ത് കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ ഒറ്റ ഡാട്ടിൽ തന്നെ ഈ ബ്ലൗസ് ക്ലിയർ. ഈ മെഷർമെൻറ്റിന് ഈ ഒരു ഒറ്റ ഡാട്ട് മതി. എങ്കിലും നമ്മൾ കൈ കുഴിച്ച് വെട്ടണം. സാധാരണ ബ്ലൗസിൻ്റെ അത്രയും വെട്ടണ്ട, ഒരു 1/2 ഇഞ്ച് മാത്രം വെട്ടിയാൽ. അപ്പോൾ 1.25 ഇഞ്ച് താത്ത് ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. സാധാരണ ബ്ലൗസിൻ്റെ അത്രയും വേണ്ട. ഇത്രയും മതി. ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച്
സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി ഇതിലേക്ക് പോകാവുള്ളൂ. ബാക്ക് പീസ് വെച്ചു, ഫ്രണ്ട് പീസ് അതിൻ്റെ മേലിൽ വെച്ചു, ഡാട്ട് പിടിച്ചു. എന്നിട്ട് നമ്മൾ ബെൽറ്റ് പീസ് വെച്ചൊന്ന് നോക്കണം കറക്റ്റാണോ, സൈഡ് കറക്റ്റാണോ നോക്കി തന്നെ ചെയ്യണം കേട്ടോ. സൈഡ് കറക്റ്റ് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സെൻറ്റർ എല്ലാം മിസ്റ്റേക്ക് വരും. നിങ്ങളെപ്പോൾ വെട്ടിയാലും ഇത് നോക്കിക്കോണം. ഇല്ലെങ്കിൽ വെട്ടാൻ നേരത്തെ നമ്മൾ ഈ കൈക്കുഴിയിൽ അറേഞ്ച് ചെയ്യും. കൈക്കുഴി അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ബ്ലൗസിൻ്റെ സെൻറ്റർ കംപ്ലീറ്റ് മാറിപ്പോകും. ചെറിയ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഒറ്റ ഡാട്ടിലാക്കിയതും പിന്നെ ബാക്കി ഡാട്ട് ഒഴിവാക്കിയത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ബോട്ട് നെക്കാണ്. ആ ബോട്ട് നെക്കിന് ഇവിടെ ഒരു ഡാട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് കാണാനൊരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആണെങ്കിലും ക്രോസ് ആണെങ്കിലും നമുക്കിത് ഒറ്റ ഡാട്ട് മതി. 30, 31, 24 വണ്ണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കയ്യിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കൈ നമ്മൾ ഇതുപോലെ തന്നെ തുണി കാണിച്ചു തരാം. ഈ തുണി ബാലൻസ് തുണി നമ്മൾ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കും, ഒരു സൈഡ് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഇതുവഴി ഇങ്ങനെ ഇടുക. ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ 2 കൈ നമുക്ക് കിട്ടും. ശരിക്കും ക്രോസ് ആയതുണ്ട്. ശരിക്കും ഇതുപോലെ തന്നെ മടക്കിയിടാം ഇങ്ങനെ. എന്നിട്ട് 2 കൈ നമുക്ക് വെട്ടിയിടാം. ആദ്യം ഒരു കൈ വെട്ടിയിട്ട് മേളിലൊരു കൈ ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ മടക്കിയിടാം. മനസ്സിലാവും? ഇതുപോലെ മടക്കിയിട്ട് വെട്ടിക്കഴിയുമ്പോൾ ഈ കൈയുടെ ഷേപ്പ് എങ്ങനെ വരുന്നു എന്ന് കാണിച്ചു തരാം. ക്രോസുമാണ്, എന്നാൽ ഇത് ഡബിൾ കൈ ആണ്. ഹെമ്മിങ് ഒന്നും നമുക്ക് വേണ്ട. ഇത് ഡബിൾ കൈ ക്രോസ് കൈ ആണ്. അപ്പോൾ നല്ല ഇതായിട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 4 ഇഞ്ച് കൈനീളം മതി. 4.5 വെട്ടുന്നു. 4.5 മാർക്ക് ചെയ്തിട്ട് ഈ കൈ നമ്മൾ സാരി ബ്ലൗസിൻ്റെ പോലെ ഒത്തിരി ടൈറ്റ് ആക്കുന്നില്ല. നമുക്ക് ഈ സാരി ബ്ലൗസ് 9 ഇഞ്ച് മതി തൊട്ട് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് ഇതൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ആക്കണം. നമുക്ക് 6 ഇഞ്ച് ഇല്ല മാക്സിമം 7 ഇഞ്ച് തീർന്ന് കിട്ടുന്നുണ്ടോ നോക്കിക്കോണം. ചെറിയ ഷേപ്പ് കൊടുത്തിട്ട് കൈ വെട്ടി എടുത്തിട്ട് ഡബിൾ കൈ ആണ്. ഇങ്ങനെ ഇതിൻ്റെ കൈ വരുള്ളൂ. കൈയുടെ ഷേപ്പ് കണ്ടോ, ഒറ്റ കൈയാണ് കൈയുടെ ഷേപ്പ് വരുന്നുണ്ട്. പിന്നെ ഡബിൾ കൈ, ഈ ഡബിൾ കൈ നമുക്ക് അയൺ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ അയൺ ചെയ്യാതെ ഈ ഇവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിട്ട് കഴിയും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ കൈക്ക് നമ്മൾ ഫ്രണ്ട് ഒരു കാരണവശാലും കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. ഇത് ക്രോസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ വലിഞ്ഞ് കിട്ടി. പിന്നെ ഈ കൈ വെട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൻ്റെ ക്രോസ് മടക്കണം. ഇങ്ങനെ ക്രോസ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് ഇങ്ങനെ കൈ അടുത്ത കൈയും വെട്ടിയെടുക്കാം. ഇതിട്ട് ഇപ്പോൾ 2 കൈയും നല്ല ക്രോസിൽ തന്നെ നമുക്ക് കിട്ടും. 2 കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ രണ്ടും നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഓണ സ്പെഷ്യലിൻ്റെ ബ്ലൗസാണ്. പ്രോഗ്രാമിൽ കുട്ടികൾക്കൊക്കെ ഇടാനും ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം. കാണാനായിട്ട് ഒരു ഭംഗിയുമായിരിക്കും. ക്രോസ് ഡബിൾ ഇതിടുമ്പോഴത്തേനും നമുക്ക് നല്ല ഭംഗിയായിരിക്കും. ചെറിയൊരു ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്താലും നല്ലതാണ്. ഇനി ബോർഡറൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കും. നമ്മൾ ഫ്രോക്കിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. വണ്ണം നോക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, ബെൽറ്റ് 2 കൈയും വെട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ 2 കൈയും ബ്ലൗസ് വെട്ടി നോക്കുക. ഒരു ഓണ സ്പെഷ്യൽ കുട്ടികൾക്കൊക്കെ തയ്ച്ച് കൊടുക്കണമെങ്കിൽ ഇതേ മോഡലുകളൊക്കെ ചെയ്യുക. ബോർഡറൊക്കെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ണം ഉള്ളെങ്കിൽ ഒറ്റ ഡാറ്റിൽ തന്നെ ചെയ്യാൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഓണത്തിൻ്റെ ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക്